പൈത്തൺ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ലൂപ്പുകളെ പറ്റിയാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ വൈൽ ലൂപ്പിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വൈൽ ലൂപ്പ്, എന്താണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ലൂപ്പുകളെല്ലാം ബേസിക്കലി നമ്മൾ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ്ലി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ഫോർ ലൂപ്പ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഫോർ ലൂപ്പായിട്ട് ഡിഫറൻറ്റ് ചെയ്ത് എന്താണ് വൈൽ ലൂപ്പിനകത്ത് ഇരിക്കുന്നത്, വൈൽ ലൂപ്പിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി വൈൽ ലൂപ്പ് എന്താ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിംഗ് സിസ്റ്റം തന്നെയാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അത് റിപ്പീറ്റിലായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ ഇത് റിപ്പീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഫോർ ലൂപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഫോർ ലൂപ്പിലും ഒരു കണ്ടീഷൻ ഇപ്പോൾ ഐക്ക് നമ്മൾ 5 എന്ന് വാല്യൂ കൊടുത്തു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ദെൻ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ 5 ആവുന്ന സമയത്ത് ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് പ്രോഗ്രാം എഴുതി ചെയ്യാം. വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് വൈൽ ലൂപ്പിൽ ഫോർ ലൂപ്പായിട്ടുള്ള വ്യത്യാസം എന്താ നോക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പിൽ നമുക്ക് കണ്ടീഷൻ എന്തോരം തവണ നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് അറിയാം. നമുക്ക് ഈ പ്രോഗ്രാം എഴുതുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെ അല്ലാത്ത കേസിൽ നമുക്ക് എപ്പോഴാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് തീരുന്നത് എന്ന് അറിയില്ലാത്ത കേസിനകത്ത് അതുവരെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേസാണ്. അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ബൂളിയൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആണ്. ഇപ്പോൾ ട്രൂ കൊടുക്കുകയാണെങ്കിൽ അത് പ്രോഗ്രാം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളൊരു ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള കമാൻഡ് കൊടുക്കുന്നത് അല്ലാതെ വരെ, അതായത് ഒരു കമാൻഡ് ഇപ്പോൾ നമ്മൾ ക്യൂലോ ഈലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കീബോർഡിൻ്റെ ക്യൂല് പ്രസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ 1 പ്രസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഈലോ ബീലോ ഏതെങ്കിലും ഒരു കീബോർഡിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. യൂസർ ഇപ്പോൾ ക്യൂക്കകത്ത് പ്രസ് ചെയ്യുന്നു, ക്യൂവിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ നിന്ന് ക്ലോസ് ആവുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ റിപ്പീറ്റ്ലി ആ ഒരു കണ്ടീഷൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ കേസുകളൊക്കെയാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളും അതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും പ്രോഗ്രാം സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സോ വൈൽ ലൂപ്പിൻ്റെ ഒരു സിൻടാക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈൽ കണ്ടീഷൻ അല്ലെങ്കിൽ സോ ഈ രീതിയിലാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് വരുന്നത്. സോ നമ്മളിവിടെ ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കണം. വൈലിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ദെൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 തവണ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രിൻറ്റ് ഹലോ വേൾഡ് അല്ലെങ്കിൽ പ്രിൻറ്റ് യുവർ നെയിം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള തവണ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ, ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഇവിടെ കണ്ടീഷൻ ബൂളിയൻ ആണ്, ട്രൂ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ABC എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് പ്രിൻറ്റ് ABC എന്ന് മൾട്ടിപ്പിൾ തവണ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഇത് ആദ്യം ഒന്ന് വർക്കാവും, ദെൻ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ കുറവാണ്. നമ്മൾ വൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഒരു സിൻടാക്സിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നെയിം എഴുതുക, ദെൻ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഒന്നെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇപ്പോൾ ട്രൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല എന്തോരം നേരം വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റിലായിട്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ഡയഗ്രം കാണാൻ പറ്റും. സോ ബ്ലോക്ക് ഡയഗ്രത്തിനുള്ളിൽ ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു. ദെൻ അതിനുള്ളിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വർക്ക് ആവുന്നു. സോ അത് റിപ്പീറ്റ്ലി വീണ്ടും ഇപ്പോൾ ആരോമാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, വീണ്ടും ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിലേക്കാണ് പോകുന്നത്. സോ ആ കണ്ടീഷൻ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ അത് റിപ്പീറ്റ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ട്രൂ ആണെങ്കിൽ. ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ദെൻ താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ രീതിയിലാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈലിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ I ഈക്വൽ ടു 1 കൊടുക്കുക, ദെൻ വൈൽ ലൂപ്പിൻ്റെ ഇത് കൊടുക്കുക, ദെൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഇവിടെ കോളൻ ഇട്ട് കൊടുക്കണം. ദെൻ ഇവിടെ സിൻടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈലിൻ്റെ നേരെ താഴെയല്ല വരുന്നത്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സോ ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇൻഡൻറ്റേഷൻ വരുന്നത്. സോ നമുക്കിവിടെ എന്തെങ്കിലും നമുക്ക് പ്രിൻറ്റ് ABC എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. സോ ഐ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ I പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആക്ച്വലി
i5 ആവുന്നവരാണ് വർക്ക് ആവത്തുള്ളൂ. ഇതിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ എ ബി സി എന്ന് പ്രിന്റ് ചെയ്ത് ഇൻഫൈനൈറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. എ ബി സി ഇങ്ങനെ മൾട്ടിപ്പിൾ തവണ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. i+=1 കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. i<=5 കൊടുക്കുന്ന സമയത്ത് ഐയുടെ വാല്യൂ ഇവിടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ തവണയും ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാത്ത കണ്ടീഷനിൽ ഇത് ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇപ്പോൾ പ്രിന്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? 5 തവണയായിരിക്കും നമുക്ക് പ്രിന്റ് എ ബി സി എന്ന് പ്രിന്റ് ആവുന്നത്. എ ബി സി ഇതുപോലെ 5 തവണയായിരിക്കും പ്രിന്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇത് തന്നെയാണ് ഫോർ ലൂപ്പിലും ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ ഫോർ ലൂപ്പ് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം i<=5 ആണെന്നുള്ളത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാം. അല്ലാത്ത കേസിനകത്ത് ഇത് എന്തോരം തവണ എ ബി സി എന്നുള്ളത് പ്രിന്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സെൻസറൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സെൻസറിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യണം. അല്ലെങ്കിൽ GUI സോഫ്റ്റ്വെയർ സൈഡിൽ എന്തെങ്കിലും UI എലമെൻ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ കേസിനകത്തൊക്കെ നമുക്ക് വൈൽ ലൂപ്പിൽ നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനത്തെ കേസിനകത്തെല്ലാം നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് കൊടുക്കാനും ഔട്ട്പുട്ടോ ഇൻപുട്ടോ ഒക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് വൈൽ ലൂപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വൈൽ ലൂപ്പിൽ നമുക്ക് സെറ്റ്, ലിസ്റ്റ്, ടപ്പിൾസ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലിസ്റ്റ് = ഇങ്ങനെ ഒരു ലിസ്റ്റ് ആണെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് എന്ന് ആ ഒരു വേരിയബിളിൻ്റെ നെയിം കൊടുത്തു. ദെൻ നമ്മൾ ഇവിടെ പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എ ബി സി എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഫൈനൈറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ലിസ്റ്റ് ഇവിടെ നമുക്ക് ട്രൂ ആണ്. സോ ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇവിടെ ഇൻഫൈനൈറ്റ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് വൈൽ എൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതിനകത്ത് വൈലിൻ്റെ കേസിനകത്ത് എൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ വൈലിൽ നമുക്ക് എൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ ഫോർ എൽസ് ഒക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീഫിൻ്റെ ഉള്ളിൽ എൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വൈലിൻ്റെ കേസിനകത്ത് നമുക്ക് എൽസ് യൂസ് ചെയ്യാം. സോ വൈലിൻ്റെ കേസിനകത്ത് ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈലിന് നമുക്ക് ഇതുപോലെ സോ ഈ രീതിയിലാണ് എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് വരുന്നത്. സോ നമ്മൾ വൈൽ കണ്ടീഷൻ എഴുതും, ദെൻ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതിന് ശേഷം എൽസ് എഴുതും. സോ ഈ വൈലിൻ്റെ എൽസ് കേസിനകത്ത് എൽസ് വർക്ക് ആവണമെങ്കിൽ വൈൽ അതിൻ്റെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് വർക്ക് ചെയ്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എൽസ് വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആവുന്ന കേസ് വന്നിട്ടുണ്ടെങ്കിൽ എൽസ് വർക്ക് ആവത്തില്ല. ഓക്കെ, ഇപ്പോൾ ലൈക്ക് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുവാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കണ്ടീഷൻ =0 അല്ലെങ്കിൽ കണ്ടീഷൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ നമുക്കിവിടെ കണ്ടീഷൻ =0 കൊടുത്തു. ദെൻ നമുക്കിവിടെ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ആവും. അപ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആവുകയാണ്. സോ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ എൽസ് കണ്ടീഷൻ വർക്ക് ആവത്തില്ല. ഓക്കെ, ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആവാതെ വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്ന കേസിനകത്താണ് എൽസ് വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടീഷൻ =0 അല്ലാത്ത കേസാണെങ്കിൽ എൽസ് കണ്ടീഷനിലേക്ക് ഇറങ്ങിയിട്ട് അത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. വൈലിൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എൽസിൻ്റെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. അത് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുക, നമ്മൾ നിർബന്ധിച്ച് പുറത്താക്കുന്ന കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൽസ് ലൂപ്പ് വർക്ക് ആവത്തില്ല. നമുക്ക് പ്രാക്ടിക്കലും ചെയ്ത് നോക്കാം, അന്നേരം കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കാം, വൈൽ ലൂപ്പ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് അത്, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻസ് എന്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ i<=5 കൊടുത്തു, ദെൻ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐയുടെ വാല്യൂ 5ന് മേളിലായി കഴിയുമ്പോൾ വൈൽ ലൂപ്പ് വർക്ക് ആവത്തില്ല. അങ്ങനത്തെ കണ്ടീഷനകത്ത് നോർമലായിട്ടാണ് വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയത്. സോ ആ കണ്ടീഷനകത്ത് എൽസ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചെക്ക് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാം ഫിനിഷ് ആവുന്നത്. ഇപ്പോൾ അല്ലാത്ത കേസിനകത്ത് അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്തൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് കീബോർഡിലൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ക്വിറ്റ് അല്ലെങ്കിൽ വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കമാൻഡൊക്കെ കൊടുക്കുന്ന കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എൽസ് ലൂപ്പ് വർക്ക് ആവത്തില്ല. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. നമുക്ക് പ്രാക്ടിക്കൽ ഒന്നുകൂടി ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. സോ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയും ബ്രേക്ക് പാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് അടുത്ത ടിപ്പുകൾ നമുക്ക് പറഞ്ഞു പോവാം. സോ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു പ്രോഗ്രാം അവിടെ റൈറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഒരു പുതിയൊരു
സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. സോ വൈൽ ലൂപ്പിനകത്ത് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു സെമിക്കോളൻ അല്ല കോളൻ ഇടുക. ദെൻ ആ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു. ദെൻ ഞാനിവിടെ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എ പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്ത് വരും. സോ വൈൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് കൊടുത്തു നോക്കാം, എന്തെങ്കിലും എഴുതി നോക്കാം. ഔട്ട് ഫ്രം ലൂപ്പ് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് കൊടുത്തു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ 5 കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ടൈം തന്നെ വന്നിരിക്കുന്നത് എ 5 അല്ലെങ്കിൽ 5 താഴെയാണ് എന്നുള്ളത് വന്നിരിക്കുന്നു. സോ എയുടെ വാല്യൂ അടുത്ത തവണ ഇൻക്രീസ് ആയി. അന്നേരം ഒരു തവണയാണ് പ്രിൻ്റ് ആയിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞതിന് ശേഷം ഔട്ട് ഫ്രം ലൂപ്പിൻ്റെ പുറത്തേക്ക് വന്നു. ദെൻ 5 മാത്രമാണ് പ്രിൻ്റ് ആയിട്ടുള്ളൂ. ഞാനിവിടെ എയുടെ വാല്യൂ 1 കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്നും കൂടി റൺ ചെയ്യാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ആറാമത്തേലേക്ക് വന്ന സമയത്ത് വൈലിൻ്റെ വാല്യൂ അതിന് മേളിലാണ്. അതുകൊണ്ട് തന്നെ ആ വൈൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. സോ ഇവിടെ എയ്ക്ക് വരെ നമുക്ക് വേണമെങ്കിൽ ബൂളിയൻ കൊടുക്കാം. സോ ഞാനിവിടെ ട്രൂ കൊടുക്കണം. ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ നമുക്ക് ഔട്ട് ഫ്രം ലൂപ്പ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിരിക്കുന്നത്. കാരണം ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. റൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിപ്പോൾ കീവേഡ് ഇൻട്രാപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. കാരണം വൈൽ ലൂപ്പിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ പ്രോഗ്രാമിൽ നിന്ന്, പ്രോഗ്രാം ഫിനിഷ് ആയിട്ടില്ല, പ്രോഗ്രാം ഫിനിഷ് ആവാതെ നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ പ്രോഗ്രാം ഫോഴ്സ്ഫുള്ളി അതിനകത്ത് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കീബോർഡ് ഇൻട്രാപ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ കീബോർഡ് വെച്ചിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ റണ്ണിങ്ങിനെ തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. പ്രോഗ്രാം ഫിനിഷ് ആയിട്ടില്ല, കാരണം അത് ഇൻഫിനിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ഈ രീതിയിലും എഴുതാട്ടോ. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കോളൻ ഇടുക. ദെൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും സിൻടാക്സ് എററും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഈ രീതിയിൽ എഴുതുന്നതായിരിക്കും. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ കോളൻ ഇടേണ്ട കാര്യമില്ല, ഇതിനെ താഴത്തേക്ക് ഇടുക. അതായത് വൈൽ ട്രൂവിൻ്റെ താഴെയായിട്ട് അടുത്ത ലൈനായിട്ട് കോഡ് എഴുതുന്ന സമയത്ത്. അല്ലാത്ത കേസാണെങ്കിൽ ഒറ്റ ലൈനായിട്ട് എഴുതുവാണെങ്കിൽ നമ്മളവിടെ കോളൻ ഇട്ടിട്ട് തിരിക്കണം, ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി എൽസ് ഒന്ന് കൊടുത്തു നോക്കാം. സോ എൽസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എൽസ് കൊടുത്തിട്ടും ചെക്ക് ചെയ്യാം. സോ എൽസ് വയലിൻ്റെ സെയിം സിൻടാക്സിൽ തന്നെ കൊടുക്കാം. എൽസ് നമുക്കിവിടെ എന്തെങ്കിലും കൊടുക്കാം, പ്രിൻ്റ്. ഓക്കെ, എൽസ് ലൂപ്പിലാന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് കൊടുത്തു, പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുത്തു. സോ ജസ്റ്റ് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ 1 2 3 4 5 വരെ പ്രിൻ്റ് ആയി. ദെൻ ഇത് ഫോഴ്സ്ഫുള്ളി അല്ല വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. സോ 5 വരെ പ്രിൻ്റ് ആയി. ദെൻ ആറാമത്തെ വന്നു കഴിഞ്ഞപ്പോൾ വൈൽ ലൂപ്പിന് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് തന്നെ എൽസ് ലൂപ്പിലേക്ക് ഇറങ്ങി. സോ അന്നേരം ലൂപ്പിൻ്റെ ഉള്ളിലുള്ള മെസ്സേജ് ഇവിടെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രം എൽസ് ലൂപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എ ഈക്വൽ ടു 4 കൊടുക്കുകയാണ്. 4 കൊടുത്തിട്ട് ഞാനിവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. സോ അങ്ങനത്തെ കേസാണെങ്കിൽ ഇത് ഫോഴ്സ്ഫുള്ളിയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൽസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. 1 2 3 വരെ വന്നു. 4 വന്ന സമയത്ത് 4 ആയ സമയത്ത് ബ്രേക്കായി, അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി, ഈഫിൻ്റെയും വൈലിൻ്റെയും ഉള്ളിൽ നിന്ന് ഇറങ്ങി, അതായത് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനത്തെ കേസിനകത്ത് എൽസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. എൽസിൻ്റെ ഉള്ളിൽ കയറാതെയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ വൈലിൻ്റെ കേസിനകത്ത് എൽസിൻ്റെ ഉള്ളിലേക്ക് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യാതെ ഈ ഒരു വൈൽ ലൂപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എൽസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. ദെൻ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ വർക്ക് ചെയ്യത്തുള്ളൂ. എൽസ് ആക്ച്വലി ലൂപ്പായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എൽസ് ലൂപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ ഒരു ബ്ലോക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ലൂപ്പായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇതന്നെ നമുക്ക് ഇതന്നെ നമുക്ക് യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സോ ഇവിടെ എ ഈക്വൽ ടു ഞാൻ ഒരു മീൻഫുൾ നെയിം കൊടുക്കാം. ഞാനിവിടെ നമ്പർ ഈക്വൽ ടു ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമുക്കതിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഞാനിവിടെ ഇൻറ്റീജർ എന്നുള്ള രീതിയിൽ കൊടുത്തു. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റീജർ യൂസ് ചെയ്തു. ദെൻ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാം.
ഓക്കെ, ഈ രീതിയിൽ ഞാൻ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, സോ ഞാനിവിടെ നമ്പർ വേരിയബിളിൻ്റെ നെയിം മെൻഷൻ കൊടുത്തു. സോ നമുക്കിവിടെ നോട്ട് ഈക്വൽ ടു -1 എന്ന് കൊടുക്കാം. സോ -1 അല്ല എങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. സോ നമുക്കിവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. നമ്പർ ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ദെൻ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമല്ല. സോ നമുക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും വർക്ക് നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം. സോ വീണ്ടും ആ ഒരു ഇത് തന്നെ ചോദിക്കും. സോ എൽസിൻ്റെ ഉള്ളിൽ സെയിം തന്നെ കൊടുത്തു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ കണ്ടിന്യൂസ്ലി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിവിടെ നമ്പർ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ 5 കൊടുക്കുകയാണ്. 5 കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. -1 കൊടുക്കുന്ന കേസിനകത്ത് അത് ക്വിറ്റ് ആവും, എൽസിൻ്റെ ഉള്ളിലേക്ക് കയറും. സോ ഇപ്പോൾ എൽസ് വർക്ക് ആയിട്ടില്ല, കാരണം ഇപ്പോഴും കണ്ടിന്യൂസ്ലി വൈൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ 4 കൊടുത്തു, അപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 2 കൊടുത്തു, 1 കൊടുത്തു, 9 കൊടുത്തു. നമ്മളിവിടെ ഇൻറ്റീജർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. -1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്വിറ്റ് ആവും. സോ ആ ഒരു പ്രോഗ്രാം ഫിനിഷ് ആയി. ദെൻ ഫ്രം എൽസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന കേസിനകത്ത് ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും ചെക്ക് ചെയ്യാം. ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്പർ നമ്മൾ കൊടുക്കുന്ന വാല്യൂ = 5 ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അന്നേരം എൽസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ല. സോ നമുക്ക് പുറത്ത് പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് ഔട്ട് ഫ്രം ലൂപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഒരു ടെക്സ്റ്റ് അടിക്കാൻ പറഞ്ഞു, ഞാൻ 2 അടിച്ചു. സോ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 അടിച്ചു. ഞാൻ 5 അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആയി. അതുകൊണ്ട് തന്നെ എൽസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഔട്ട് ഫ്രം ലൂപ്പിൻ്റെ ഉള്ളിലേക്കാണ് വർക്കായിട്ടുള്ളത്. ഓക്കെ, ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് വർക്ക് ചെയ്തിട്ട് പ്രോഗ്രാം അവിടെ ഫിനിഷ് ആയി. സോ വൈൽ ലൂപ്പ് അത്ര നേരം കണ്ടിന്യൂസ്ലി വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം ഓൾറെഡി ഫിനിഷ് ആയി. ഓക്കെ, എൽസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. അത് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ബാക്കി പ്രോഗ്രാമിനകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഫിനിഷ് ആവും. ആ രീതിയിലാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾ വൈൽ ലൂപ്പ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വൈൽ ലൂപ്പൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അന്നേരം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും വൈൽ ലൂപ്പൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. നമുക്ക് അടുത്ത സെക്ഷനിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് ബ്രേക്ക്, പാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ടോപ്പിക്കാണ്.